വെൽക്കം ബാക്ക് ടു സ്പൈസസ് ആൻഡ് ഫ്ലേവേഴ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള ചിക്കൻ മുഗളായി ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ ഈ റോയൽ റെസിപ്പിയിലേക്ക് പോവാം. അതിനൊപ്പം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇതിവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പൊ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇനി മാറ്റി വെക്കാം. ഇനി ആ സമയം കൊണ്ട് നമുക്ക് കറിയിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് വേണ്ടത് 2 വറ്റൽമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 5 ഗ്രാമ്പൂ, 3 ഏലക്കായ, 1 ടീസ്പൂൺ കുരുമുളക്, 1 ബ്ലാക്ക് കാഡമം, 2 ബേ ലീഫ്, പിന്നെ ഞാനിവിടെ 2 ചെറിയ പീസ് സിന്നമൺ സ്റ്റിക്കും എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനുശേഷം വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇത് നമ്മൾ ഒരുപാട് നേരമൊന്നും ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 1-2 മിനിറ്റ് ചൂടാക്കി എടുത്താൽ മതി. ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് നല്ല ഫൈനായിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം. ഞാനിവിടെ ഒരു 15 കാഷ്യൂനട്ടും 15 ആൽമണ്ടും എടുത്തിട്ടുണ്ട്. ആൽമണ്ട് ഞാൻ ഒരു 5-6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് തൊലിയെല്ലാം കളഞ്ഞെടുത്തതാണ്. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് അരച്ചെടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വെള്ളമല്ല, പാലാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പാലൊഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇപ്പൊ ഞാനിവിടെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. കണ്ടോ, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ ഓയിലാണ് നമ്മൾ ഒനിയൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. മുഗൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് റോയൽ ഡിഷാണ്. ഡിലീഷ്യസും റിച്ചും ആയിട്ടുള്ള ഗ്രേവിയാണ് ഇതിന്. ഇതിൽ ചേർക്കുന്ന നെയ്യും ഡ്രൈ നട്ട്സും സ്പൈസസും ആണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി. മുഗളായി ഡിഷസിൽ യൂസ് ചെയ്യുന്ന നെയ്യിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. പക്ഷെ ഞാനിവിടെ 2 ടീസ്പൂൺ നെയ്യ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ചേർക്കുന്ന നെയ്യിന്റെ അളവിൽ മാറ്റം വരുത്താം. ഇപ്പോൾ നെയ്യ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ വളരെ തിന്നായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 വലിയ സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പൊ നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒനിയനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ സെയിം ഓയിലിൽ തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിൽ ഓയിൽ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ പീസസും വെച്ച് കൊടുക്കാം. ചിക്കന്റെ ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിലിപ്പോ ഞാൻ ഒരുപാട് ഓയിൽ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഓയിൽ യൂസ് ചെയ്യാട്ടോ. ഇപ്പൊ ഇവിടെ ചിക്കന്റെ 2 സൈഡും റെഡി ആയിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിന്റെ റോ സ്മെല്ല് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന്റെ ഒക്കെ റോ സ്മെല്ല് പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ച മസാല ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കനിലേക്ക് ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് തൈരാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇതില് ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് വീണ്ടും നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇതിന് കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു 4-5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പൊ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടിന്റെയും ആൽമണ്ടിന്റെയും പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി നല്ല ക്രീമി ആയിട്ടും തിക്കായിട്ടും വന്നിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി. ഇതിനെ നമുക്കൊരു 2 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് വേവിക്കണം. അപ്പൊ ഇനി നമുക്കിത് 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇത് നമുക്ക് തുറന്നു നോക്കാം. ഇപ്പൊ ഇവിടെ നമ്മുടെ കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഗ്രേവിയെല്ലാം നന്നായിട്ട് കുറുകി കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ ആണ് ഈ ഡിഷിന്. ഇത് നാൻ, റുമാലി റൊട്ടി, ജീര റൈസ്, ചപ്പാത്തി ഇതിന്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. ഫൈനലി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇപ്പൊ
ഇവിടെ നമ്മുടെ വളരെ ഡിലീഷ്യസ് ആയിട്ടും റിച്ച് ആയിട്ടുള്ള മുഗളായി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാനും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പൊ എന്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.